നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 30-ാം തീയതി. ഇന്നലെ നമ്മൾ രാമരാവണ യുദ്ധമാണ് പാരായണം ചെയ്ത് അനുസ്മരിച്ചത്. താൻ അതിശക്തനാവാൻ, വേറെ ആരാലും നിഗ്രഹിക്കപ്പെടാതിരിക്കാൻ ഹോമം നടത്തി സർവശക്തനാവുക ഒന്ന് മാത്രമേ മാർഗമുള്ളൂ എന്ന് ശുകാചാര്യർ പറഞ്ഞതനുസരിച്ച് ഹോമം നടത്തി അത് വിഘ്നമായതിൽ ഖേദിച്ചുകൊണ്ട് മണ്ഡോദരിയെ സമാധാനിപ്പിച്ച് യുദ്ധരംഗത്തേക്ക് പോകുമ്പോൾ നിരവധി ദുർനിമിത്തങ്ങൾ കണ്ടു. അതിനെയെല്ലാം നിരാകരിച്ചുകൊണ്ട് രാവണൻ യുദ്ധഭൂമിയിലെത്തി. അതിഘോരമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ സ്വന്തം രാവണൻ്റെ വേൽ കൊണ്ട് മുറിവേറ്റ ലക്ഷ്മണൻ്റെ അവസ്ഥ കണ്ട് ശ്രീരാമചന്ദ്രൻ യുദ്ധം നിർത്തി. അതിനുശേഷം വിശല്യകരണി എന്നൊരു ഔഷധം ഹിമാലയ സാനുക്കളിൽ പോയി മാരുതി കൊണ്ടുവന്നതനുസരിച്ച് ലക്ഷ്മണൻ്റെ മോഹാലസ്യം തീർന്നു. അതിനുശേഷം ശ്രീരാമചന്ദ്രന് രാവണനുമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ നിരവധി ദിവസം നീണ്ടു നിന്ന ആ യുദ്ധത്തിൽ മാതലി, ഇന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം മാതലി ദേവരഥം കൊണ്ടുവന്ന് ശ്രീരാമചന്ദ്രന് കൊടുത്തു. ആ തേരിലേറിക്കൊണ്ട് രാവണനുമായിട്ടുള്ള യുദ്ധം ആണ് അതിഘോരമായിട്ടുള്ള യുദ്ധം. അങ്ങനെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് രാവണനെ നിഗ്രഹിക്കണം എന്ന് പറയുന്ന അഗസ്ത്യൻ, അതുപോലെ തന്നെ ആ രാവണനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ആദിത്യനെ സ്തുതിക്കണം. ആദിത്യ ഹൃദയം എന്ന മന്ത്രം അഗസ്ത്യൻ ശ്രീരാമചന്ദ്രന് ഉപദേശിക്കുന്നതായിട്ടുള്ള രംഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ സീതായാഃ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരമെങ്ങനെയെന്നറിഞ്ഞീലഗസ്ത്യൻ തഥാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാനാകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമിയെന്നരുൾ ചെയ്താനഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാനിപ്പോളിവീടേക്കു വന്നിതു ഞാനെടോ
താപത്രയവും വിഷാദവും തീർന്നു പോമാപത്തും മറ്റുള്ളവയുമകന്നു പോം. ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായുസ്സു സൽകീർത്തിവർദ്ധനം. നിത്യമാദിത്യഹൃദയമാം മന്ത്രമിതുത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ. ദേവാസുരോരഗചാരണ കിന്നര താപസ ഗുഹ്യകയക്ഷരക്ഷോഭൂത കിം പുരുഷാപ്സരോ മാനുഷാദ്യന്മാരും സംപ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതുമവൻ കൽപ്പകാലാന്തരേ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീമഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരിവൃന്ദവും വാരണവക്ത്രനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനി പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും മുരഗസമൂഹവും വാരമാസർത്തു സംവത്സര കൽപ്പാധികാരകനായതും സൂര്യനിവൻ തന്നെ. വേദാന്തവേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥവിഗ്രഹൻ വേദജ്ഞസേവിതൻ പൂഷാവിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ ത്വഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യനഹസ്കരനീശ്വരൻ സാക്ഷി സവിത സമസ്തലോകേക്ഷണൻ ഭാസ്വാൻ വിവസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ ശാശ്വതൻ ശംഭു ശരണ്യൻ ശരണദൻ ലോകശിശിരാരി ഘോരതിമീരാരി ശോകാപഹാരി ലോകാലോകവിഗ്രഹൻ ഭാനുഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വൻ അർജുനാശ്വൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗളൻ ആദിത്യനർക്കനരുണൻ അനന്തകൻ ജ്യോതിർമയൻ തപനൻ സവിതാ രവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡനംശുമാനുഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ പ്രദ്യോതനൻ പരൻ ഖദ്യോതനുദ്യോതനദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ
വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭു വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്തനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ തരണീദിനമണി പുണ്ടരീകപ്രബോധപ്രദനര്യമാ ദ്വാദശാത്മാ പരമാത്മാ പരാപരനാദിതേയൻ ജഗദാതിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാവിന്ദു നാദാത്മകൻ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപൻ അജ്ഞാന വിനാശനൻ ധ്യാനിച്ചു കൊള്ളുക നീ നിത്യമിദ്ദേവനെ സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമഃ അന്ധകാരാന്തകരായ നമോ നമഃ ചിന്താമണേ ചിദാനന്ദായ തേ നമഃ നീഹാരനാശകരായ നമോ നമോ മോഹവിനാശകരായ നമോ നമഃ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതം കാന്തിരൂപായ തേ നമഃ.